Good morning. Good morning. Good morning, Miss. Good morning, Miss. Good morning. കുറച്ച് പേരും കൂടി കേറട്ടെ കേട്ടോ. നിങ്ങൾ തുടങ്ങാം. നിങ്ങളോട് നിങ്ങൾ ഇൻഫോം ചെയ്തിരുന്നല്ലേ 11 മണിക്ക് ക്ലാസ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ എന്താണ് പഠിച്ചത്? നവോത്ഥാന നായകരിലെ അയ്യങ്കാളിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരുന്നല്ലേ അല്ലേ? സാധുജന പരിപാലന സംഘം അതിലെ പഠിച്ചിട്ടുണ്ടാണ്. അപ്പൊ നോട്ട്സുകൾ നോക്കിയിട്ട് പഠിച്ചായിരുന്നു നിങ്ങള്? നോട്ട്സ് കിട്ടിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സ് കിട്ടിയതല്ലേ? പഠിച്ചിട്ടുണ്ടോ? One year ആയവർക്കൊന്നും മെസ്സേജ് ഒന്നും വരുന്നില്ല മിസ്സേജ്. എന്താണ്? 1 year കഴിഞ്ഞിട്ടൊന്നും മെസ്സേജ് വരുന്നില്ല ക്ലാസ് റൂമിൽ. സ്വാതി പറയുന്നത് ക്ലിയർ അല്ല കേട്ടോ. മെസ്സേജ് ചെയ്യട്ടോ. ഞങ്ങളൊക്കെ 1 year കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും മെസ്സേജ് ഒന്നും വരാറില്ല. ക്ലാസ് റൂമിലൊന്നും കിട്ടാറില്ല. ഒന്ന് മെസ്സേജ് ചെയ്തോ. ഒന്ന് ക്ലിയർ ആയിരുന്നു. മെസ്സേജ് വരാറില്ല എന്നാണോ പറഞ്ഞത്? നോട്ട്സ് വരാറില്ല എന്നാണോ പറയണത്? നോട്ട്സും മെസ്സേജും ഒന്നും വരാറില്ല മിസ്സേ. 1 year കഴിഞ്ഞോണ്ട് ക്ലാസ് റൂമിനകത്ത് ഒന്നും കിട്ടുന്നില്ല. ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഗ്രൂപ്പിൽ ഇടുന്നുണ്ടെന്നുള്ളവര് പറഞ്ഞ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. സമയം 1 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. ബാക്കിയുള്ളത് വരട്ടെ.
ഈ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് കേൾക്കാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയ്യങ്കാളിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചിരുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നവോത്ഥാന നായകരില് എന്താണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവാണ്. അദ്ദേഹം 1856 ഓഗസ്റ്റ് 28 ചെമ്പഴന്തി വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. 1856 ഓഗസ്റ്റ് 28 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ശ്രീ നാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മാടൻ എന്നും മാതാവിന്റെ പേരെന്തായിരുന്നു? കുട്ടിയമ്മ. മാതാവിന്റെ പേര് കുട്ടിയമ്മ എന്നും പിതാവിന്റെ പേര് മാടൻ എന്നുമാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്നറിയപ്പെടുന്നത് നാണു എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ ബാല്യകാലത്ത് വിളിച്ചിരുന്ന നാമം എന്താണ്? നാണു എന്നാണ്. നാണു ആശാൻ എന്ന പേരില് അറിയപ്പെടുന്നത് അപ്പോൾ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നാണു ആശാൻ എന്ന പേരില് അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തി വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് മാടൻ, മാതാവ് കുട്ടിയമ്മ. 1856 ഓഗസ്റ്റ് 28 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്നറിയപ്പെടുന്നത് നാണുവാണ്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകരാണ് ആര്? ശ്രീ നാരായണ ഗുരു. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോ ശ്രീനാരായണ ഗുരു ജനിച്ചിരുന്ന കാലഘട്ടത്തില് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീനാരായണ ഗുരു ജനിച്ചിരുന്ന കാലഘട്ടത്തില് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു? തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ ആരായിരുന്നു? പ്രധാനപ്പെട്ട 2 പേരാണ്. ആരൊക്കെയാണ്? തൈക്കാട് അയ്യ, രാമൻ പിള്ള ആശാൻ. തൈക്കാട് അയ്യ, രാമൻ പിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരിലെ ഏറ്റവും പ്രധാനികളായിരുന്നു ആര്? രാമൻ പിള്ള ആശാനും അതുപോലെ തന്നെ തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയിൽ നിന്നുമാണ് ഗുരു പല പ്രഗത്ഭമായ പല വിദ്യകളും അഭ്യസിച്ചത് തൈക്കാട് അയ്യയിൽ നിന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യയായിരുന്നു എന്ത്? ഹഠയോഗ വിദ്യ. ഹഠയോഗ വിദ്യ ഗുരു തൈക്കാട് അയ്യയിൽ നിന്നുമാണ് അഭ്യസിച്ചത്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യ. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ഇനി നാരായണ ഗുരുവിന്റെ കുറച്ച് വിശേഷണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര്? ശ്രീനാരായണ ഗുരു. നവോത്ഥാനത്തിന്റെ
പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവാണ്. കേരള നവോത്ഥാന പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കേരള നവോത്ഥാന പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. മറ്റൊരു വിശേഷണമാണ് ബുദ്ധൻ, രണ്ടാമത് ബുദ്ധൻ അല്ലെ. രണ്ടാം ബുദ്ധൻ എന്ന പേരില് അറിയപ്പെടുന്നത് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവാണ്. ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീ നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന പേരില് വിശേഷിപ്പിച്ചത്. ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പ്. എന്ത് പേരിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? എന്ത് പേരിലാണ്? എന്തു പേരിലാണ് വിശേഷിപ്പിച്ചത് നാരായണ ഗുരുവിനെ? രണ്ടാം ബുദ്ധൻ എന്ന പേരിനെ ഓർക്കുക. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, ഇനി കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അതായത് ശ്രീനാരായണ ഗുരുവിനെ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നും അദ്ദേഹത്തെ മോചിതനാക്കിയിരുന്നത് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു. ഒരിക്കൽ പോലും നാരായണ ഗുരുവിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുവാനായിട്ട് അവര് നിർബന്ധിച്ചിരുന്നില്ല. അതിലെ ഒരിക്കൽ പോലും അദ്ദേഹത്തിനെ കോടതിയിൽ കയറ്റിയിരുന്നില്ല. ആരായിരുന്നത്? തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു ഗുരുവിനെ കോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്ന രാജാക്കന്മാർ. ഓക്കെ, ഇനി ഇവിടെ വരെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജനനം പറഞ്ഞു 1856 ഓഗസ്റ്റ് 28-നാണ് അദ്ദേഹം ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ചു. അമ്മ കുട്ടിയമ്മ, പിതാവ് നാടനാശാൻ എന്നും. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? നാണു എന്ന പേരിലും അറിയപ്പെട്ടു. നാണു ആശാൻ എന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? ശ്രീ നാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? തൈക്കാട് അയ്യയും അതുപോലെ തന്നെ രാമൻ പിള്ള ആശാനുമായിരുന്നു. ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ച ആശാൻ ആരായിരുന്നു? ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാണ് ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ഓക്കെ, രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തെ ആ പേരിൽ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയ പ്രഗത്ഭരുണ്ടായിരുന്നു അല്ലെ. പ്രഗത്ഭരായ കുറച്ച് വ്യക്തികള് ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയിരുന്നു. അവര് ആരൊക്കെയാണ്? ഏതൊക്കെ വർഷമാണ് അവരെ കണ്ടുമുട്ടിയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയെ ഗുരു കണ്ടുമുട്ടുന്നത് ഏത് വർഷമാണ്? 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ചട്ടമ്പി സ്വാമികളെ 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഇനി കുമാരനാശാൻ അടുത്തതായി കണ്ടുമുട്ടുന്നതാണ് കുമാരനാശാനെ. ഏത് വർഷമാണ്? 1891 കായിക്കര വെച്ചാണ്. കായിക്കര എന്ന സ്ഥലത്ത് വെച്ചാണ് കുമാരനാശാൻ 1891 ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടുന്നത്.
1891 കായിക്കര എന്ന സ്ഥലത്ത് വെച്ച്. ഇനി കുമാരനാശിന് ശേഷം ആരായിരുന്നു? ഡോക്ടർ പൽപ്പു അല്ലെ. ഡോക്ടർ പൽപ്പുവിന് ഏത് കാലഘട്ടത്തിലാണ് കാണുന്നത്? 1895 1895 ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ കാണുന്നത്. എവിടെ വെച്ച്? ബാംഗ്ലൂര് വെച്ചാണ്. ബാംഗ്ലൂര് വെച്ചാണ് ഡോക്ടർ പൽപ്പുവിനെ നാരായണ ഗുരു നേരിട്ട് കാണുന്നത് 1895. അടുത്തത് അയ്യൻകാളി. അയ്യൻകാളിനെ ഗുരു എവിടെ വെച്ചാണ് കണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു. അയ്യൻകാളിയെ എവിടെ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു കണ്ടത്? 1912 ബാലരാമപുരത്ത് വെച്ച്. 1912 ബാലരാമപുരത്ത് വെച്ചാണ് അയ്യൻകാളിയെ ശ്രീനാരായണ ഗുരു നേരിട്ട് സന്ദർശിക്കുന്നത്. അടുത്തത് വാഗ്വടാനന്ദൻ. വാഗ്വടാനന്ദൻ എവിടെ വെച്ചാണ്? 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് നാരായണ ഗുരു കണ്ടുമുട്ടുന്നത്. ഇനി രമണ മഹർഷി. രമണ മഹർഷി 1922 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത്. രമണ മഹർഷിയെ 1922 ശിവഗിരിയിൽ വെച്ചാണ് രമണ മഹർഷിയെ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത്. മഹാത്മാഗാന്ധിയെയോ? മഹാത്മാഗാന്ധിയെ ഏത് കാലഘട്ടത്തിലാണ് കാണുന്നത്? മഹാത്മാഗാന്ധിയെ ഏത് കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു കാണുന്നത്? വെരി ഗുഡ്. 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ രമണ മഹർഷിയും മഹാത്മാഗാന്ധിയും ഏകദേശം എന്താണ് അടുത്തടുത്ത വർഷങ്ങളിലാണ് അല്ലെ. അതും രണ്ടും ശിവഗിരിയിൽ തന്നെയാണ്. രമണ മഹർഷി 1922 നവംബർ 22 എവിടെ വെച്ച്? ശിവഗിരിയിൽ വെച്ച്. മഹാത്മാഗാന്ധി 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരേ പ്ലേസിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടുമുട്ടുന്നത്. രമണ മഹർഷി മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ശിവഗിരിയിൽ വെച്ചിട്ടാണ്. അത് പഠിക്കാൻ എളുപ്പമായിരിക്കും, ഒരേ സ്ഥലമായതുകൊണ്ട്. ഓക്കെ, ഇതൊന്നുകൂടി നോക്കാം. ചട്ടമ്പി സ്വാമികള് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അതിനുശേഷം കുമാരനാശാൻ 1891 കായിക്കര എന്ന പ്രദേശത്ത് വെച്ച്. ഡോക്ടർ പൽപ്പു 1895 ബാംഗ്ലൂരിൽ വെച്ചിട്ട്. അയ്യൻകാളി 1912 ബാലരാമപുരത്ത് വെച്ച് നാരായണ ഗുരുവിനെ കാണുന്നു. വാഗ്വടാനന്ദൻ 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച്. വാഗ്വടാനന്ദൻ 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചു. രമണ മഹർഷി 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ചു. മഹാത്മാഗാന്ധി 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചുമാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ഈ വ്യക്തികളെല്ലാം തന്നെ എന്താണ് ഗുരു കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രശസ്തി ആർജിച്ച വ്യക്തികൾ തന്നെയാണ്. അപ്പോ ഇയറും വർഷവും എവിടെ വെച്ച് കണ്ടു എന്നുള്ളത് കൃത്യമായി പഠിക്കുക. ഓക്കെ, ഇനി ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പരാമർശിച്ചത് ആരായിരുന്നു? C.S. ആൻഡ്രൂസ് ആണ്. C.S. ആൻഡ്രൂസ്. അദ്ദേഹത്തെ ദീനബന്ധു എന്ന് നമ്മൾ പറയുന്നത്. ദീനബന്ധു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. മനുഷ്യരൂപം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ദൈവത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ എന്താണ് ദൈവമായിട്ടാണ് അവിടെ അദ്ദേഹം പരാമർശിക്കുന്നത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? C.S. ആൻഡ്രൂസ് ആണ്. C.S. ആൻഡ്രൂസ് ആണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് പരാമർശിച്ചത്. ആരെയാണ്? ശ്രീ നാരായണ ഗുരുവിനെ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു വിശേഷണം അദ്ദേഹത്തെ കുറിച്ച്: ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പലയിടങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ പല സിദ്ധന്മാരെയും പല മഹർഷിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗുരുവിനേക്കാൾ മികച്ചതായിട്ട് ആരും തന്നെയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് എന്ത് പറഞ്ഞത്? ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, പല സിദ്ധന്മാരെയും പല മഹർഷിമാരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ എന്താണ്, ഗുരുവിനേക്കാൾ മികച്ചതായി ആരും തന്നെയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞത്. എന്താണ് C.F. ആൻഡ്രൂസ് എന്താണ് പറഞ്ഞത്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടുവന്നു. ടാഗോർ എന്താണ് പറഞ്ഞത്? ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയിൽ സിദ്ധന്മാരെയും പല മഹർഷിമാരെയും ഞാൻ കണ്ടുമുട്ടി. എന്നാൽ ഗുരുവിനേക്കാൾ മികച്ചതായിട്ട് ആരും തന്നെ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, അത് രണ്ടും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം: 1881 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരു 1881 ഒരു സ്കൂള് സ്ഥാപിക്കുകയുണ്ടായി. അത് ഏത് സ്ഥലത്താണ്? അഞ്ചുതെങ്ങ് എന്ന പ്ലേസസിലാണ്. അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ഒരു സ്കൂള് സ്ഥാപിച്ചത്. ഏത് വർഷം? 1881 ശ്രീനാരായണ ഗുരു ഒരു സ്കൂള് സ്ഥാപിക്കുന്നത്. എവിടെയാണത്? അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു സ്കൂള് സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1881 ശ്രീനാരായണ ഗുരു സ്കൂള് സ്ഥാപിക്കുന്നത്, അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്ത്. ഇനി അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് അല്ലെ? പലയിടങ്ങളിലും അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുഹയായിരുന്നു ഇവിടെ, ഒരു മലയായിരുന്നു ഇത്, മരുത്വാമല. കേട്ടിട്ടുണ്ടോ നിങ്ങള് മരുത്വാമല? എവിടെയാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരിയിലാണ് അല്ലെ? മരുത്വാമല കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അദ്ദേഹം തപസ് അനുഷ്ഠിച്ച ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ പേരെന്താണ്? ഏത് ഗുഹയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ ഏത് ഗുഹയാണ്? പിള്ളത്തടം ഗുഹ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയായിരുന്നു ഏത്? പിള്ളത്തടം ഗുഹ. പിള്ളത്തടം ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മരുത്വാമലയില്. മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചിരുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഏത് ഗുഹയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്നത്? ഏത് ഗുഹയിലാണ്? പിള്ളത്തടം ഗുഹയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്നത്. പിള്ളത്തടം ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പിള്ളത്തടം ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മരുത്വാമല. ഓക്കെ, മരുത്വാമലയിലാണ് പിള്ളത്തടം ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം തപസ് അനുഷ്ഠിച്ച മലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്?
അമരത്വമാണ് കേട്ടോ. ഓക്കെ, ഇനി അദ്ദേഹം അരുവിപ്പുറം വിപ്ലവം എന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷ്ഠ എവിടെയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത്? അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്ന് പറയുന്നത് എന്തിനെയാണ്? അരുവിപ്പുറം പ്രതിഷ്ഠേനെയാണ് എന്ത് പറയുന്നത്? അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരുവിപ്പുറത്ത് 1887 അദ്ദേഹം ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1887 ശ്രീനാരായണ ഗുരു ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് കേട്ടോ. പണി കഴിപ്പിച്ച കാലഘട്ടമാണ് എന്ത്? 1887 ശിവക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ഓക്കെ, ഇനി പ്രതിഷ്ഠ നടത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? നെക്സ്റ്റ് ഇയറിൽ തന്നെ അല്ലെ, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത്. ശിവക്ഷേത്രം പണി പൂർത്തിയാക്കിയത് എന്നാണ്? 1887 പ്രതിഷ്ഠ നടത്തിയത് 1888 അല്ലെ. ഇതിനെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. 1888 അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയിലെ കല്ല് ഉപയോഗിച്ചിട്ടാണ്? നെയ്യാറിൽ നിന്നെടുത്ത കല്ല് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്. അപ്പോ അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. പണി കഴിപ്പിച്ച വർഷവും കൂടി നിങ്ങളൊന്ന് ഓർക്കുക. 87 ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 88 അത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇനി അരുവിപ്പുഴം ക്ഷേത്രയോഗത്തെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത് പേരാണ്? അരുവിപ്പുഴം ക്ഷേത്രയോഗത്തെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? നമ്മൾ SNDP ആ ഒരു ഭാഗം കവർ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവൂട്ട് യോഗം കേട്ടോ. വാവൂട്ട് യോഗം. അരുവിപ്പുഴം ക്ഷേത്രയോഗത്തിനെ വാവൂട്ട് യോഗം എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഇനി ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വിശേഷണം എവിടെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്? ഒന്നുകൂടി പറയാം. മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് അദ്ദേഹം എഴുതിയിരുന്നത് അരുവിപ്പുഴം ക്ഷേത്രഭിത്തിയിലാണ്. അരുവിപ്പുഴം ക്ഷേത്രഭിത്തിയിലാണ് ഇത് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. ഇത് കേട്ടിട്ടില്ലേ? ഈ വരികൾ കേട്ടിട്ടുള്ളല്ലേ നിങ്ങള്? അരുവിപ്പുഴം ക്ഷേത്രഭിത്തിയില് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വരികളാണ് അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട വരികളാണ്. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മള് എന്താണ് 1903 ഏത് സ്ഥാപനം സ്ഥാപിച്ചതെന്ന് പഠിച്ചത്. 1903 ഏതാണ് അദ്ദേഹം സ്ഥാപിച്ചത്? ഏത് സംഘടനയ്ക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്? 1903 SNDP സ്ഥാപിച്ചു. അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അപ്പൊ 1903 അദ്ദേഹം SNDP സ്ഥാപിച്ചു. അതിനുശേഷം 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് 1908 തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് 1908 1903 SNDP സ്ഥാപിതമായി. അതിനുശേഷം 1908 തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത് 1908 ഓക്കെ. ഇനി ഗുരു ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? ഗുരു ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ
ഓർക്ക ഗുരു ശിവഗിരിയിൽ ഏത് പ്രതിഷ്ഠയാണ് നടത്തിയത്? ശാരദ പ്രതിഷ്ഠ 1912 ഓക്കെ. 1912 ശാരദ പ്രതിഷ്ഠ ശിവഗിരിയിൽ അദ്ദേഹം നടത്തിയത്. ഇനി അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഏത്? അഷ്ടഭുജാകൃതിയില് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഏത്? അഷ്ടഭുജാകൃതിയില് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഏത്? ശിവഗിരി ശാരദാമഠം. ശിവഗിരി ശാരദാമഠം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? അഷ്ടഭുജാകൃതിയിലാണ് കേട്ടോ. അഷ്ടഭുജാകൃതിയിലാണ് അദ്ദേഹം ശാരദാമഠം, ശിവഗിരിയിലുള്ള ശാരദാമഠം പണികഴിപ്പിച്ചിരിക്കുന്നത്, നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏത് ക്ഷേത്രമാണ് അഷ്ടഭുജാകൃതിയിലുള്ളതെന്ന് ചോദിച്ചാൽ ഏത് എഴുതേണ്ടത്? നമ്മള് ശിവഗിരി ശാരദാമഠമാണ് കേട്ടോ. അഷ്ടഭുജാകൃതി ശിവഗിരി ശാരദാമഠം എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ശ്രീനാരായണ ഗുരു, ശിവഗിരി ശാരദാമഠം, അഷ്ടഭുജാകൃതി. ഓക്കെ. ഇനി അദ്ദേഹം 1913 ആലുവായില് എന്താണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. 1913 അദ്ദേഹം അദ്വൈതാശ്രമം പണി കഴിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ഒന്നാണ് അദ്വൈതാശ്രമം, ആലുവയിലുള്ള അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്വൈതാശ്രമം കണ്ടിട്ടുണ്ടോ ആലുവയിലെ? എറണാകുളത്തുള്ളവരല്ലേ ഇതിലെ? അദ്വൈതാശ്രമം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആലുവ മണപ്പുറം കണ്ടിട്ടുണ്ടോ? ആലുവ ശിവക്ഷേത്രം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? ഓക്കെ. അപ്പൊ 1913 അദ്ദേഹം ആലുവയിലെ അദ്വൈതാശ്രമം പണികഴിപ്പിച്ചത്. ഓക്കെ. സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത്. അപ്പൊ 12 എന്താണ് ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ നടത്തി. ശിവഗിരിയിലെ ശാരദാ മഠത്തിന്റെ ആകൃതി എങ്ങനെയാണ്? അഷ്ടഭുജാകൃതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. 1913 അദ്ദേഹം അദ്വൈതാശ്രമം ആലുവയില് സ്ഥാപിച്ചു. 1913 അദ്വൈതാശ്രമം ആലുവയില് സ്ഥാപിച്ചു. ഇനി അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യമായിരുന്നു എന്ത്? ഓം സാഹോദര്യം സർവത്ര. കേൾക്കുന്നുണ്ടല്ലോ? എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നതായിരുന്നു അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം. ശ്രദ്ധിക്കുക. ഓം സാഹോദര്യം സർവത്ര. നോട്ട് ചെയ്യണേ. അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യമാണ് എന്ത്? ഓം സാഹോദര്യം സർവത്ര എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് ആലുവ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് ആലുവ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു എന്താ താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാനായിട്ടുള്ള ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ താലികെട്ട് കല്യാണം ബഹിഷ്കരിച്ചത് എവിടെ വെച്ചിട്ടാണ്? ആലുവ സമ്മേളനത്തിൽ വെച്ച്. ആലുവ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് കല്യാണം അദ്ദേഹം ബഹിഷ്കരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. ഓക്കെ. ക്ലിയർ അല്ലേ? അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞേ. എന്താണ് അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം? അദ്വൈതാശ്രമത്തിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞേ.
എന്താണ് അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്? സ്വാതി കറക്റ്റ് ആണ്. എന്താണ്? ഓം സാഹോദര്യം സർവത്ര. ഓക്കെ, വെരി ഗുഡ്. ഇനി ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ശിവദാസ് അയ്യറാണ്. അത് നോട്ട് ചെയ്തേക്കണേ. ശിവദാസ് അയ്യറാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ശിവദാസ് അയ്യറാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ഇനി അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതായിരുന്നു? ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ഇത്? ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയാണ് അദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യം. 1918 അദ്ദേഹം ആദ്യമായിട്ട് സന്ദർശിച്ചത്. 1918 അദ്ദേഹം ആദ്യമായി ശ്രീലങ്ക സഞ്ചരിച്ചത്. ആ സമയത്ത് അദ്ദേഹം ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ വസ്ത്രധാരണങ്ങൾ എങ്ങനെയായിരുന്നു? കാവി വസ്ത്രമാണ് അദ്ദേഹം ഇവിടെ ശ്രീലങ്കയിൽ പോയപ്പോഴും സന്ദർശിക്കാനായിട്ട് അദ്ദേഹം അണിഞ്ഞിരുന്നത് കാവി വസ്ത്രങ്ങളായിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹം രണ്ടാമതും ശ്രീലങ്ക സന്ദർശിക്കുകയുണ്ടായി. 1926 അദ്ദേഹം രണ്ടാമത് ശ്രീലങ്കൻ സന്ദർശനം നടത്തുന്നത്. ആദ്യത്തേത് 1918 ആദ്യ സന്ദർശനം, രണ്ടാമത്തേത് 1926 രണ്ടാമതും അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അല്ലെ, ഒരു രാജ്യത്തിന്റെ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെടുന്ന മലയാളിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. 2009 സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ ചിത്രം വരുന്നത്. 2009 സ്റ്റാമ്പിൽ അദ്ദേഹത്തിന്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. തപാൽ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. ആദ്യ നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട മലയാളിയും ആരായിരുന്നു? ശ്രീനാരായണ ഗുരു തന്നെയാണ് കേട്ടോ. നാണയത്തില് ആദ്യ നാണയം. അപ്പൊ ഗുരുവിനോടുള്ള ആദര സൂചകമായിട്ട് RBI അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്തത് 5 രൂപ നാണയത്തിലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ഗുരുവിനോടുള്ള ആദര സൂചകമായിട്ട് RBI അദ്ദേഹത്തിന്റെ മുഖം 5 രൂപ നാണയത്തിലാണ് ആലേഖനം ചെയ്ത് പുറത്തിറക്കിയത്. 5 രൂപ നാണയത്തിലെ ആരാണ്? RBI ആണ് നാണയത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ആലേഖനം ചെയ്ത് 2006 സെപ്റ്റംബറിലാണ് അത് പുറത്തിറക്കിയത്. ശ്രീനാരായണ ഗുരുവിന്റെ മുഖം ആലേഖനം ചെയ്ത നാണയം 2006 സെപ്റ്റംബറിലാണ് അദ്ദേഹം RBI പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഗുരു അവസാനമായി പങ്കെടുത്ത ചടങ്ങ് എവിടെയായിരുന്നു? ഗുരു അവസാനമായി പങ്കെടുത്ത ചടങ്ങ് എവിടെയാണ് അവസാനമായി അദ്ദേഹം പങ്കെടുത്തത്? ആയിരത്തി 1927 കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്തത്. 1927 അവസാനമായി കോട്ടയത്ത് വെച്ച് ഒരു SNDP സമ്മേളനത്തിലാണ്, SNDP യോഗത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്തത്. ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങാണ് എന്ത്? SNDP യോഗം 1927 കോട്ടയത്ത് വെച്ചുള്ളത്. നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിന്റെ സമാധി എന്താണ്? അദ്ദേഹത്തിന്റെ സമാധി 1928 സെപ്റ്റംബർ 20-നാണ്. 1928 സെപ്റ്റംബർ 20-നാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ സമാധിയും എന്താണ് സർക്കാർ പൊതു ഒഴിവുകളായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലേ? ഓക്കെ,
അപ്പൊ 1928 സെപ്റ്റംബർ 20-നാണ് അദ്ദേഹം സമാധിയാവുന്നത്. ഓക്കെ, ശ്രീനാരായണ ഗുരു സമാധിയായി ആചരിക്കുന്നത് സെപ്റ്റംബർ 20-നാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം എന്തായിരുന്നു? വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രമാണ് അദ്ദേഹത്തിന്റെ സമാധി സമയത്ത് ധരിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ളയായിരുന്നു. ശ്രീലങ്കൻ സന്ദർശനത്തിനായി അദ്ദേഹം ധരിച്ച വസ്ത്രം കാവിയായ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠകൾ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ ഒന്നാണ് എന്താ? കണ്ണാടി പ്രതിഷ്ഠ അല്ലെ. കണ്ണാടി പ്രതിഷ്ഠ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം എവിടെയാണ് നടത്തിയത്? കളവൻകോടം ക്ഷേത്രത്തിലാണ് അല്ലെ. കളവൻകോടം ക്ഷേത്രത്തിലാണ് ആദ്യ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത്. ആദ്യ കണ്ണാടി പ്രതിഷ്ഠ കളവൻകോടം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു നടത്തിയത്. ആദ്യ കണ്ണാടി പ്രതിഷ്ഠ കളവൻകോടം ക്ഷേത്രം. ഇനി ഗുരു അവസാനമായി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് എവിടെയാണ്? അവസാനമായി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് ഏത് ക്ഷേത്രത്തിലായിരുന്നു? ഏത് ക്ഷേത്രത്തിലാണ് അവസാനമായിട്ട്? ഉല്ലല എന്ന ക്ഷേത്രത്തിൽ കേട്ടോ. ഉല്ലല എന്ന ക്ഷേത്രത്തിലാണ് ഗുരു അവസാനമായി പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രം എന്ന് പറയുന്നത്. ആദ്യ കണ്ണാടി പ്രതിഷ്ഠ കളവൻകോടം ക്ഷേത്രത്തില്. ഒരു അവസാനമായി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് എവിടെയാണ്? ഉല്ലല ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പൊ ആദ്യത്തേത് കളവൻകോട് ക്ഷേത്രം, അവസാനത്തേത് ഉല്ലല ക്ഷേത്രമാണ്. ഓക്കെ, ഗുരു ഏകദേശം ഒരു 43ഓളം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഒരു 43ഓളം അതിൽ കൂടുതൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ അതൊന്ന് പറഞ്ഞത് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രതിഷ്ഠ പ്ലേസസ് എവിടെയാണെന്നൊന്ന് പറയാം. ഇപ്പൊ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? കളവൻകോട് അല്ലെ. കളവൻകോട് ക്ഷേത്രം എന്ന് പറയുന്നത്. ദെൻ ഉല്ലല ക്ഷേത്രം, ദെൻ മുരുക്കുംപുഴ ക്ഷേത്രം, പിന്നെ കാരമുക്ക്, എടാവിളക്ക് കാരമുക്ക്, ഉല്ലല, കളവൻകോട്, കാരമുക്ക്, മുരുക്കുംപുഴ, വെച്ചൂര്, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട 43ഓളം പ്രതിഷ്ഠകൾ അദ്ദേഹം കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്റെ കളവൻകോട് ക്ഷേത്രവും അതുപോലെ തന്നെ അവസാനമായി നിർവഹിച്ച ഉല്ലല ക്ഷേത്രവും വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കുറച്ച് വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. എന്താണ്? സംഘടിച്ചു ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. അടുത്തത് എന്താണ്? മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കഴിക്കരുത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കഴിക്കരുത്, കൊടുക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താ ഇതിന്റെ പ്രധാനപ്പെട്ട വചനങ്ങളിൽ വരുന്നത് അല്ലെ. ഇതൊക്കെയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നതെല്ലാം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണെന്ന് അറിയാം, നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നില്ല.
ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ആദ്യ കൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ രചനയായിട്ട് പറയുന്നത് എന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായിട്ട് പറയുന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അത് ആർക്കാണ് അദ്ദേഹം സമർപ്പിച്ചത്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികൾക്കാണ് ഗജേന്ദ്രമോക്ഷം സമർപ്പിച്ചത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വചനം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വചനമുള്ള കൃതി ഏതാണ്? അത് ഏത് കൃതിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് അദ്ദേഹം ഏത് കൃതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജാതി മീമാംസ. അദ്ദേഹത്തിന്റെ ജാതി മീമാംസ എന്ന കൃതിയിലാണ് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാതി മീമാംസ എന്ന കൃതിയിലെ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാതി മീമാംസയിലാണ് ഒരു ജാതി ഒരു മതം എന്ന വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ക്ലിയർ ആണോ? അടുത്തത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവനവനു സുഖത്തിനായി വരയണം. ഏത് കൃതിയിലെ വരികളാണിത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവയവനു സുഖത്തിനായി വരയണം. ഏത് കൃതിയിലെ വരികളാണിത്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിലെ വരികളാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന എന്ന് തുടങ്ങുന്ന വാക്യമാണ്. ഏത് കൃതിയിൽ നിന്നാണത്? നാരായണ ഗുരുവിന്റെ ആത്മോപദേശ ദശകത്തിലെ വാക്യങ്ങളാണിത്. ഇവ രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളും ഏതാണെന്നുള്ളത് നമ്മള് പഠിച്ചിരിക്കണം. ഒരു ജാതി ഒരു മതം ജാതി മീമാംസ എന്ന കൃതി പുസ്തകത്തിലും അതുപോലെ തന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു എന്ന് തുടങ്ങുന്നത് എവിടെയാണ്? ആത്മോപദേശ ദശകത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2014 ഒരു കറണ്ട് ചോദ്യമാണത്. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതായിരുന്നു? 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതായിരുന്നു? ദൈവദശകം അല്ലെ? ദൈവദശകം. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. 1914 അദ്ദേഹം ഈ കൃതി രചിക്കപ്പെട്ടത്. ദൈവദശകം അദ്ദേഹം എഴുതിയതെന്നാണ് 1914 ശ്രീനാരായണ ഗുരു ഇത് രചിച്ചത്. 2014 അതിന്റെ ശതാബ്ദി ആഘോഷം നടത്തിയത്. ഓക്കെ, ഏത് കൃതിയാണ്? ദൈവദശകമാണ് കേട്ടോ. ദൈവദശകത്തിന്റെ ശതാബ്ദി ആഘോഷമാണ് 2014 നടത്തിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട കൃതി ഗജേന്ദ്രമോക്ഷമാണെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ കുറച്ച് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ? ഒന്നാണ് ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, തിരുക്കുറൾ വിവർത്തനം, ശിവശതകം, അനുകമ്പാശതകം, കുണ്ടലിനി പാട്ട്, വിനായകാഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, സമാധി ശ്ലോകം. ഇവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് അല്ലെ? ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, തിരുക്കുറൾ വിവർത്തനം, ശിവശതകം, അനുകമ്പാശതകം, കുണ്ടലിനി പാട്ട്, വിനായകാഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, സമാധി ശ്ലോകം എന്നിവ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ്. ഇവ പ്രധാനപ്പെട്ട കൃതികൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ബാക്കിയുള്ളതും പഠിക്കണം. അദ്ദേഹത്തിന്റെ കൃതികള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷമാണ് കേട്ടോ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന. മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ദർശനമാല, ദൈവശതകം തുടങ്ങി മറ്റനേകം കൃതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി
ഇതുമായി ബന്ധപ്പെട്ട അടുത്ത 2 ചോദ്യങ്ങൾ കൂടി പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് ഗുരുവിന്റെ ആദ്യ പ്രതിമ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഗുരുവിന്റെ ആദ്യ പ്രതിമ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഗുരുവിന്റെ ആദ്യ പ്രതിമ തലശ്ശേരിയിലാണ് കേട്ടോ. 1927 തലശ്ശേരിയിലാണ് ഗുരുവിന്റെ ആദ്യ പ്രതിമ. തലശ്ശേരിയിലാണ് ഗുരുവിന്റെ ആദ്യ പ്രതിമ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്ത ആദ്യ ശില്പി ഇറ്റാലിയൻ ശില്പിയാണ് ആര്? സി തവാർലിയാണ് കേട്ടോ. സി തവാർലിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി. ആരായിരുന്നു? സി തവാർലിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പിയാണ് കേട്ടോ. ഇറ്റാലിയൻ ശില്പിയാണ് ആര്? സി തവാർലി. സി തവാർലിയാണ് ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത്. ഇനി അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആസ്പദമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ള സിനിമയായിരുന്നു ഏത്? ചലച്ചിത്രമായിരുന്നു ഇത് യുഗപുരുഷൻ അല്ലെ. അതിന്റെ സംവിധായകൻ ആരായിരുന്നു? ആർ സുകുമാരനാണ്. ആർ സുകുമാരനാണ് യുഗപുരുഷന്റെ സംവിധായകൻ. നാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആസ്പദമാക്കിയിട്ട് ചിത്രീകരിച്ച സിനിമയാണ് ഏത്? യുഗപുരുഷൻ. സംവിധായകൻ അറിയപ്പെടുന്നത് ആരാണ്? ആർ സുകുമാരനാണ്. ഇനി മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? ഭാസ്കരനാണ് മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത്. ഭാസ്കരനാണ്. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ഭാസ്കരനാണ്. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനും മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ആരാണ്? ഭാസ്കരനായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഏത് ശില്പിയായിരുന്നു? ഒരു ഇറ്റാലിയൻ ശില്പിയായിരുന്നു അല്ലെ. ആര്? സി തവാർലിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പിയായിരുന്നു ആര്? സി തവാർലി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഗുരുവിന്റെ ആദ്യ പ്രതിമ എവിടെയായിരുന്നാണ് പറഞ്ഞത്? തലശ്ശേരിയിലാണ് കേട്ടോ. 1927 ഗുരുവിന്റെ ആദ്യ പ്രതിമ തലശ്ശേരിയില് രൂപകൽപ്പന ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. പിന്നെ അടുത്ത കാര്യങ്ങൾ എന്ത് വ്യക്തമായി ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സുകൾ അയക്കുക കേട്ടോ. ആർക്കാണ് നോട്ട്സ് ഇപ്പം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്? മെസ്സേജുകൾ ഒന്നും വന്നില്ല എന്ന് ആരാണ്? സ്വാതി അല്ലേ? സ്വാതി പിന്നു. ഓക്കെ, അത് ഇവിടെ ഒരു ടെക്നിക്കൽ ടൈമിൽ പറഞ്ഞേക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ എടുത്ത കാര്യങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. നോട്ട്സുകൾ അയച്ചിരിക്കുക കേട്ടോ. ഇന്ന് മുതൽ സ്വാതി ശ്രദ്ധിക്കുന്നോട്ടാ, നോട്ട്സ് വരുന്നുണ്ടോ? ഓക്കെ, ശരി. താങ്ക് യു.